ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇത് ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ്. പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് ഒരു കമ്പ് വെച്ച് കൊടുത്തിരിക്കുകയാണിത്. എന്നിട്ട് ചിരട്ടയിലൊക്കെ മണ്ണ് നിറച്ച് പ്ലാന്റ്സൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഒരു ഇനാമൽ പെയിൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ആദ്യം നന്നായിട്ട് ഇളക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഏകദേശം 2 മണിക്കൂറോളം ഉണക്കാൻ വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ് ഈ കാണുന്നത്. സിമെൻറ്റും പൊഴിയും മിക്സാക്കിയതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കൊടുത്തിട്ട് സിമെൻറ്റ് നിറയ്ക്കും. ഏകദേശം ഇത്രയും ഭാഗം നിറച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പൊക്കെ ഫില്ലാവാൻ വേണ്ടി ഇതിന് തട്ടിക്കൊടുക്കും. ഇത് ഇതുപോലെ തന്നെ അനക്കാതെ ഒരു 24 മണിക്കൂർ, അതായത് ഒരു ദിവസം ഇത് സെറ്റാവാൻ വേണ്ടി ഇങ്ങനെ തന്നെ വെക്കും. അപ്പോൾ നാളെ കാണാം. ഫ്രണ്ട്സ്, നമ്മൾ സിമെൻറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് മണി പ്ലാന്റിനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ പടരാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ടർട്ടിൽ വൈനെ നമ്മൾ മണ്ണ് നിറച്ച് കൊടുത്തിട്ട് ചിരട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇവിടെ പൊക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ഈ കൊമ്പിലേക്ക് ഈ മണി പ്ലാന്റിനെ കെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഇതിനെ ഇവിടെയായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഭാരം കാരണം ഇങ്ങോട്ട് ചായുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ കെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കല്ലുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ലെങ്കിൽ പൂഴിയിലൊക്കെ കാണുന്ന കല്ലുകളെ ഇതുപോലെ കഴുകി ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്ലുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ കല്ലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം.
കാര്യം പറയാൻ വിട്ടുപോയതാണ്. ആദ്യം നമ്മൾ ഒരു ചെറിയൊരു ചിരട്ടയിൽ ഒരു ബോർഡർ ഗ്രാസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മരക്കൊമ്പ് നമ്മൾ നല്ല ഉണങ്ങിയ ഒരു മരക്കൊമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരക്കൊമ്പ് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഉറപ്പുണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് റംബൂട്ടാൻ മരത്തിൻ്റെ കൊമ്പാണ് എടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇത് വെച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഈ കമ്പിനൊക്കെ വേണമെങ്കിൽ പെയിൻറ്റും കൂടി ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.